അപ്പോൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്പർ 1 എന്താണ്? സിംഗിൾ ഫേസ് ആൻഡ് പോളിഫേസ് വൈൻഡിങ്. സിംഗിൾ ഫേസ് ആൻഡ് പോളിഫേസ് വൈൻഡിങ്. ഓക്കെ, അതായത് സിംഗിൾ ഫേസ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചറിനകത്തുള്ള കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ആർ കണക്റ്റഡ് ഫോർ അഡീഷൻ ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജസ് ആൻഡ് സിംഗിൾ എ സി ഔട്ട്പുട്ട്. അപ്പം നമ്മൾ എഴുതുമ്പോൾ, അതായത് നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതി പോകണം. അതായത് സിംഗിൾ ഫേസ് വൈൻഡിങ് എന്താണെന്ന് നമുക്കറിയാം, സിംഗിൾ ഫേസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഒന്ന് എഴുതി വെക്കാൻ കൂടി പഠിച്ചിരിക്കണം. അതായത് ഫസ്റ്റ് നമ്മൾ സിംഗിൾ ഫേസ് വൈൻഡിങ് പറയാണ്. സിംഗിൾ ഫേസ് വൈൻഡിങ് എന്താന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയേണ്ടത്? ദ കണ്ടക്ടേഴ്സ് ഇൻ ദി ആർമേച്ചർ, ദ കണ്ടക്ടേഴ്സ് ഇൻ ദി ആർമേച്ചർ ആർ connected for addition of individual voltages and a single AC output. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് പോളിഫേസ് വൈൻഡിങ് എന്ന് പറയുന്നത്? ആർമേച്ചറിനകത്ത് എന്ത് കാണും? 2 3 സെറ്റുകൾ, അതായത് 2 ഫേസും ആവാം 3 ഫേസും ആവാം അല്ലെ? സിംഗിൾ ഫേസ് അല്ല, പോളിഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫേസും ആവാം 3 ഫേസും ആവാം. അപ്പൊ ആർമേച്ചറിനകത്ത് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 സെറ്റ്സ് ഓഫ് വൈൻഡിങ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? അത്രയും തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജസും ഉണ്ടാവും. അതാണ് പോളിഫേസ് വൈൻഡിങ് എന്ന് പറയുന്നത്. പോളിഫേസ് വൈൻഡിങ്. പോളിഫേസ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ ദി ആർമേച്ചർ ഹാസ് 2 or 3 സെറ്റ്സ് ഓഫ് വൈൻഡിങ്. 2 സെറ്റ്സ് കാണാം, അല്ലെങ്കിൽ 3 സെറ്റ്സ് ഓഫ് വൈൻഡിങ്സ് കാണാം അല്ലേ? ആൻഡ് പ്രൊഡ്യൂസസ് 2 or 3 ഔട്ട്പുട്ട് വോൾട്ടേജസ്. അതാണ് നമ്മുടെ സിംഗിൾ ഫേസ് ആൻഡ് പോളിഫേസ് വൈൻഡിങ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നതാണ് കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്സ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്താണ് പറഞ്ഞാൽ, നമുക്ക് ഇഫ് ദർ ഈസ് ഓൺലി 1 സ്ലോട്ട് പെർ പോൾ, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ലോട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? മാക്സിമം EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് വൈൻഡിലായിരിക്കും. പക്ഷേ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഉണ്ടാവുന്ന ഔട്ട്പുട്ട് EMF എന്ന് പറയുന്നത് എക്സൈറ്റഡ് സിനുസോയ്ഡൽ വേവ് ഫോം ആയിരിക്കത്തില്ല. അതാണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് if there is only 1 slot per pole, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, or number of slots is equal to number of poles. Number of slots is equal to number of poles. Concentrated winding can be obtained. Now concentrated windings can be obtained. ഇങ്ങനെയാണ് നമുക്ക് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് കിട്ടുന്നത്. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അഡ്വാൻറ്റേജ് ഓഫ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്, ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാക്സിമം EMF ക്യാൻ ബി ഇൻഡ്യൂസ്ഡ്. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? നമുക്ക് ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത് ഇസ് നോട്ട് എക്സാക്ട്ലി ഓഫ് സിനുസോയ്ഡൽ ഫോം. ഇൻഡ്യൂസ്ഡ് EMF ആർ നോട്ട് ഇൻ എക്സാക്ട് സിനുസോയ്ഡൽ ഫോം. അതാണ് നമ്മളുടെ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത് അല്ലെ? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് പല സ്ലോട്ടുകളിലാണല്ലോ വെച്ചിരിക്കുന്നത്. ഒരു പോളിലുള്ള പല സ്ലോട്ടുകളിലാണ് നമ്മളുടെ കണ്ടക്ടേഴ്സ് വെച്ചിരിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ കണ്ടക്ടേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ സെവറൽ സ്ലോട്ട്സ് അണ്ടർ 1 പോൾ. മറ്റേന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ്, നമ്പർ ഓഫ് സ്ലോട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ഈക്വൽ, അതായത് only 1 ആയിരിക്കും അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളില് കുറെ സ്ലോട്ടുകളായിട്ട് കണ്ടക്ടേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വൈൻഡിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. അതായത്
if the conductors are placed in several slots under one pole, then windings is called as, അല്ലെങ്കിൽ it is known as distributed winding. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ട് കണ്ടക്ടേഴ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വേറൊരു 4 മാർക്സിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എ പാർട്ടിൽ ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബി പാർട്ടിൽ സബ് ഡിവിഷൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് certain harmonics can be eliminated. certain harmonics നമുക്ക് eliminate ചെയ്യാൻ സാധിക്കും by using this distributed winding can be eliminated. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ ഹാർമോണിക്സ് കുറയ്ക്കുക മാത്രമല്ല, പിന്നെ എന്തും കൂടെ കുറയ്ക്കും, ആർമേച്ചർ റിയാക്ഷനും കൂടെ കുറയ്ക്കും. ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, വൈൻഡിങ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതായത് കണ്ടക്ടേഴ്സിനെ ഒരു പോളിൽ തന്നെ പല സ്ലോട്ടുകളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. ആർമേച്ചർ റിയാക്ഷൻ റിഡ്യൂസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോറിനെ നമുക്ക് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. കോർ ക്യാൻ ബി ബെറ്റർ യൂട്ടിലൈസ്ഡ്. കോർ ക്യാൻ ബി ബെറ്റർ യൂട്ടിലൈസ്ഡ്. എങ്ങനെയാ? നമ്മള് ഒരു പോളിൽ തന്നെ പല സ്ലോട്ടുകളായിട്ട് ഉണ്ടാക്കിയിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും സ്പേസ് നമ്മൾ യൂസ് ചെയ്യാണ് അല്ലെ, അത്രയും കോർ നമ്മൾ യൂസ് ചെയ്യാണ്. ബെറ്റർ യൂട്ടിലൈസ്ഡ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈൻഡിങ്സ്, അതായത് ആർമേച്ചറിന്റെ സർഫസിൽ നമ്മളുടെ ഈവൻ ആയിട്ട് നമ്മൾ വൈൻഡിങ്ങിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കോപ്പറിന്റെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നതായിരിക്കും വളരെ കൂടുതലായിരിക്കും. അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ഹയർ കറണ്ട് ഡെൻസിറ്റി ഇൻ കോപ്പർ can be adopted due to the even distribution of winding over the surface of armature. Okay. ഇനി ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൂളിംഗ് എന്ന് പറയുന്നത് എഫക്റ്റീവും ഈസിയും ആയിരിക്കും. കൂളിംഗ് ഈസ് more easier and effective. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങും ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും. ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ പിച്ച് ആൻഡ് ഷോർട്ട് പിച്ച് വൈൻഡിങ്. ഫുൾ പിച്ച് ആൻഡ് ഷോർട്ട് പിച്ച് വൈൻഡിങ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു എന്താണ് ഫുൾ പിച്ച് എന്നുള്ള കാര്യം അല്ലേ. ഫുൾ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഫുൾ പിച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മളുടെ കോയിൽ സ്പാൻ എന്ന് പറയുന്നത് പോൾ പിച്ചിന് ഈക്വൽ ആവുന്നത്, അപ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫുൾ പിച്ച് വൈൻഡിങ് എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ഫുൾ പിച്ച് വൈൻഡിങ്. അതായത് നമുക്കറിയാം, അത് തന്നെ എഴുതിയാലും മതി. ഓക്കെ, ഫുൾ പിച്ച് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ദി കോയിൽ സ്പാൻ is equal to pole pitch, one pole pitch, okay, which is equal to 180 degree, the full pitch winding can be obtained. Full pitch winding can be obtained. Full pitch winding can be obtained. Okay. ഇനി ഷോർട്ട് പിച്ച് വൈൻഡിങ് എന്താണ്? ഷോർട്ട് പിച്ച് എന്താണ്? ഇത് ചെറുതായിരിക്കണം അല്ലെ. അതായത് ഇഫ് ദി കോയിൽ സ്പാൻ ഇസ് ലെസ് ദാൻ pole pitch, less than one pole pitch, or 180 degree, or less than 180 degree കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. or less than 180 degree, short pitch or short corded winding can be obtained. ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാക്കിക്കോണം, ഷോർട്ട് കോർഡഡ് വൈൻഡിങ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുൾ പിച്ചും ഷോർട്ട് പിച്ചും. അപ്പം കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് എന്താണ്, ഈ ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്സ് ആയിരിക്കും.
അപ്പം ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫുൾ പിച്ച് വൈൻഡിങ്ങിന്റെ അത്രയും EMF നമുക്ക് കിട്ടത്തില്ല, കുറച്ച് കുറവായിരിക്കും കിട്ടുന്നത്. പക്ഷെ കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉള്ളത് ഈ ഷോർട്ട് പിച്ച് വൈൻഡിങ്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ഷോർട്ട് പിച്ച് വൈൻഡിങ്. അഡ്വാൻറ്റേജസ് ഓഫ് ഷോർട്ട് പിച്ച് വൈൻഡിങ്സ് എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മളുടെ വേവ് ഫോം, അതായത് സിനുസോയ്ഡൽ വേവ് ഫോം എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യും. അതേപോലെ ഹാർമോണിക്സിനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് വേവ് ഫോം ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is improved, അല്ലെങ്കിൽ can be improved. അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് റെഡ്യൂസസ് ദി ഹാർമോണിക്സ്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടിംഗ് ഹാർമോണിക്സ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും അല്ലെ? ഡിസ്റ്റോർട്ടിംഗ് ഹാർമോണിക്സ് ക്യാൻ ബി റിഡ്യൂസ്. വെറുതെ ഹാർമോണിക്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഹാർമോണിക്സിനെ കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതേപോലെ നമ്മളുടെ ഈ ലെസ് സ്പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പറിനെ സേവ് ചെയ്യാൻ പറ്റും. സേവിങ് ഓഫ് കോപ്പർ ഡ്യൂ ടു ലെസ് സ്പാൻ. ഓക്കെ, ഇനി ലെസർ ലെങ്ത് ഓഫ് ദി കോയിൽ. അപ്പം ഈ സ്പാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ കോയിലിന്റെ ലെങ്ത്തും കുറവായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ കോയിലിന്റെ ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വൈൻഡിങ്ങിന്റെ ഇൻഡക്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇൻഡക്റ്റൻസ് ഓഫ് windings can be reduced due to lesser length of coil. അതേപോലെ പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ കോയിലിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാൻ സാധിക്കും കേട്ടോ. അതാണ് ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ സ്ട്രെങ്ത് ഓഫ് കോയിൽ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഷോർട്ട് പിച്ച് വൈൻഡിങ് എന്ന് പറയുന്നത്. ഇനി ഇതിനാകെ ഒരു ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ. ഡിസഡ്വാൻറ്റേജ് ഒന്നേ ഉള്ളൂ, അതായത് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദി ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ് ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ദി EMF ഇൻഡ്യൂസ്ഡ് ബൈ ദി ഫുൾ പിച്ച്ഡ് വൈൻഡിങ്. അത്രേ ഉള്ളൂ അതിന്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ആകെ ഇതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് EMF എന്ന് പറയുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് അത് ഷോർട്ട് പിച്ച് വൈൻഡിങ്ങും ഫുൾ പിച്ച് വൈൻഡിങ്ങും. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഫോർത്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ സ്ലോട്ട് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്. ഇന്റഗ്രൽ സ്ലോട്ട് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്. ഇന്റഗ്രൽ സ്ലോട്ട് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്. അപ്പോൾ ഇന്റഗ്രൽ സിമ്പിൾ ആണ്. ഇന്റഗ്രൽ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇന്റഗ്രൽ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ആ വൈൻഡിങ്ങിനെ നമ്മൾ ഇന്റഗ്രൽ സ്ലോട്ട് വൈൻഡിങ് എന്ന് പറയും. അതായത് ഇഫ് നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻറ്റിജർ, അതൊരു ഇൻറ്റിജർ ആണെങ്കിൽ the winding is called as integral slot winding. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ് എന്താണ്? ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ് എന്താണ്? നേരത്തത് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫോഴ്സ് എന്ന് പറഞ്ഞ ഇൻറ്റിജർ ആവുന്നതായിട്ടാണ് ഇന്റഗ്രൽ സ്ലോട്ട് വൈൻഡിങ് എന്ന് വിളിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ വൈൻഡിങ്ങിനെ നമ്മൾ എന്തെന്ന് പറയും? നമ്മളുടെ ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ് എന്ന് പറയും. ഇഫ് നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ഈസ് എ ഫ്രാക്ഷണൽ നമ്പർ, ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ then the winding is called fractional slot winding. ഓക്കെ ആണല്ലോ. ഇനി നമ്മളുടെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ലെയർ ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. സിംഗിൾ ലെയർ ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു സിംഗിൾ ലെയർ വൈൻഡിങ് എന്ന് നോക്കാം. സിംഗിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു കണ്ടക്ടറിന്റെ ഒരു ലെയർ മാത്രമേ
ഒരു സ്ലോട്ടിൽ, ഓരോ സ്ലോട്ടിലും കണ്ടക്ടേഴ്സിന്റെ ഒരു സിംഗിൾ ലെയർ മാത്രമേ നമ്മൾ പ്ലേസ് ചെയ്യത്തുള്ളൂ. അതിനാണ് നമ്മൾ സിംഗിൾ ലെയർ വൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് only a single layer of conductor is placed in each slot. ഓരോ സ്ലോട്ടിലും എന്താണ്, ഒരു സിംഗിൾ ലെയർ ഓഫ് കണ്ടക്ടർ മാത്രമേ വെക്കത്തുള്ളൂ. ഇനി നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഡബിൾ ലെയർ വൈൻഡിങ് എന്താണ്? ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ 2 conductors are placed in each slot. അതാണ് ഡബിൾ ലെയർ എന്ന് പറയുന്നത്. 2 conductors are placed in each slots. അപ്പോൾ ഒരു കാര്യം, അങ്ങനെ ഒരു സ്ലോട്ടിൽ തന്നെ ഓരോ സ്ലോട്ടിലും 2 കണ്ടക്ടേഴ്സ് വെച്ചാൽ അതിന് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് വേണ്ടേ? അല്ല, അത് വെറുതെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഡബിൾ ലെയർ വൈൻഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ ലെയർ വൈൻഡിങ്. കാര്യമൊന്നുമില്ല. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ എൻ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭയങ്കര സിമ്പിൾ ആയിരിക്കും. എൻ കണക്ഷൻസ് ആർ സിമ്പിൾ. എൻഡ് കണക്ഷൻസ് ആർ സിമ്പിൾ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ, അതായത് ഒരു സ്ലോട്ടിൽ ഒരെണ്ണം വെച്ചിട്ട് എടുക്കുന്നതിൽ എളുപ്പമാണ്. ഒരു സ്ലോട്ടിൽ 2 കണ്ടക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ ഭയങ്കര എക്കണോമിക്കൽ ആയിരിക്കും, അല്ലെ? എക്കണോമിക്കൽ ടു മാനുഫാക്ചർ. അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ലോട്ടിലും ഒന്നേ വെക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ, കുറെ കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് അത്രയും വെക്കാനുള്ള സ്ലോട്ടുകളും നമുക്ക് അതിന്റെ അതിന്റെ സൈസ് എന്തായിരിക്കും, കൂടിപ്പോകും. അപ്പൊ നമുക്ക് ഒരു സ്ലോട്ടിൽ 2 കണ്ടക്ടേഴ്സ് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി എക്കണോമിക്കൽ ആയിട്ടുള്ളത്, അല്ലേ? അതേപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നീറ്റ് ആയിട്ടുള്ള കുറെ അറേഞ്ച്മെന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് നീറ്റ് അറേഞ്ച്മെന്റ്സ്. എല്ലാം തന്നെ നമുക്ക് നീറ്റ് ആയിട്ട് തന്നെ സ്ലോട്ടുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഈസി ആയിരിക്കും. അതേപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ 2 എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ കോയിൽ സ്പാൻ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി സെലക്ട് ചെയ്യാം. അപ്പൊ കോയിൽ സ്പാൻ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോയിലിന്റെ 2 സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോയിൽ സ്പാൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ കോയിൽ സ്പാൻ നമുക്ക് പെട്ടെന്ന് നല്ലോണം ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. കോയിൽ സ്പാൻ ക്യാൻ ബി ഈസിലി സെലക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡബിൾ ലെയർ വൈൻഡിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഡബിൾ ലെയർ വൈൻഡിങ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ആർമേച്ചർ വൈൻഡിങ് ആണ് പറഞ്ഞത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർമേച്ചർ വൈൻഡിങ്ങിൽ 5 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സിംഗിൾ ഫേസ് ആൻഡ് പോളിഫേസ് വൈൻഡിങ്, ഡിസ്ട്രിബ്യൂട്ടഡ് കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, ഫുൾ പിച്ച് ആൻഡ് ഷോർട്ട് പിച്ച് വൈൻഡിങ്, ഇന്റഗ്രൽ സ്ലോട്ട് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്, പിന്നെ സിംഗിൾ ലെയർ ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിച്ചിരിക്കണം. എന്താണ് ടേൺസ്, എന്താണ് കോയിൽസ്, എന്താണ് വൈൻഡിങ്സ്, അതേപോലെ എന്താണ് പോൾ പിച്ച്, എന്താണ് കോയിൽ സ്പാൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുശേഷം മാത്രമേ നമ്മൾ നമ്മളുടെ ക്ലാസിഫിക്കേഷനിലേക്ക് കയറത്തുള്ളൂ. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ഓരോ ക്ലാസിഫിക്കേഷനിലും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിൻക്രണസ് മെഷീൻസിന്റെ EMF ഇക്വേഷനിലേക്ക് കയറാം.